ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. വർണ്ണങ്ങൾ ചായം പൂശിയ സന്ധ്യാമേഘങ്ങൾ അരങ്ങൊഴിഞ്ഞ നാടകശാലയിൽ പതിവില്ലാതെ വിരുന്നെത്തിയ രാക്ഷസന്മാരായ കറുത്തിരുണ്ട മഴമേഘങ്ങൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയും ഷോക്കടിപ്പിക്കുന്ന വെളിച്ചത്തോടെയും അടുത്ത രംഗത്തിന് തിരശ്ശീല ഉയർത്തി. പൂങ്കാരത്തോടെ വീശിയടിക്കുന്ന മാരുതൻ മഴയ്ക്ക് സ്വാഗതമോദി. ചിതറിത്തെറിച്ച മഴത്തുള്ളികൾ ജനലരികിൽ ഇരുന്ന് എല്ലാം മറന്ന് എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്ന ദേവന്റെ വിരലുകളെ ലാപ്ടോപ്പിൽ നിശ്ചലമാക്കി. അവൻ തലതിരിച്ച് പുറത്തേക്ക് നോക്കി. കനത്ത ഇരുട്ടിനെ കുത്തിത്തുളച്ച് ഇടയ്ക്കൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മിന്നൽ വെളിച്ചമല്ലാതെ എവിടെയും ഒരു തരി വെളിച്ചമില്ല. ഈശ്വര, ഇത്ര രാത്രിയായോ? അവൻ ലാപ്ടോപ്പ് അടച്ചുവെച്ച് എഴുന്നേറ്റു. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ആവണി അകത്തേക്ക് വന്നു. ഇന്നിനി കറണ്ട് ഉണ്ടാവുമോ എഞ്ചിനീയറെ? അപ്പോഴാണ് കറണ്ട് പോയത് അവൻ ശ്രദ്ധിച്ചത്. എപ്പോഴാ കറണ്ട് പോയേ? ഓഹോ, അതുപോലും അറിഞ്ഞില്ലേ? എന്തായിരുന്നു ഇവിടെ? അവൻ ലാപ്പിലേക്ക് നോക്കി. എപ്പോഴും ലാപ്പിൽ കുത്തിയിരിപ്പാണല്ലോ. KCB-കാർക്ക് എന്താ ഓൺലൈനിൽ ഇത്ര വർക്ക്? അതൊക്കെയുണ്ട്. അതിന് നിനക്ക് മനസ്സിലാവുമോ വല്ലതും? ആകെ മനസ്സിലാവുന്നത് കുറെ ബുക്കും ബ്ലോഗും ഒരായുഷ്മാനും, അവൻ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ കണ്ണടച്ച് കാണിച്ചു. മഴ നനയാൻ വരുന്നോ? ഇല്ല. വാ ദേവേട്ടാ, ആരെങ്കിലും കണ്ടാൽ വഴക്ക് കിട്ടും. അത് ഞാൻ കേട്ടോളാം. അവന്റെ കൈ പിടിച്ച് വാതിക്കലേക്ക് നടന്ന അവൾ പെട്ടെന്ന് നിന്നു. അവന്റെ കൈ വിട്ട് മുറിയുടെ നടുവിലെത്തി. ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അവന്റെ ബെഡിൽ കയറി നിന്നു. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കൈ രണ്ടും വിരിച്ചു പിടിച്ച് കണ്ണുകൾ അടച്ച് ഒന്ന് വട്ടം ചുറ്റി അതേ പൊസിഷനിൽ ദേവന് അഭിമുഖമായി നിന്നു. കറുകറുത്ത മഴമേഘങ്ങൾ ആർത്തലച്ച് പെയ്യണം. കൊടുങ്കാറ്റിൽ മരങ്ങൾ ആടി ഉലയുമ്പോൾ പൊഴിയുന്ന ഇലകൾ ഇക്കിളി കൂട്ടണം. മിന്നലും ഇടിമുഴക്കവും കൈകോർക്കണം. അപ്പോൾ കിഴക്കേ തൊടിയിലെ ആഴമറിയാത്ത കുളത്തിൽ മുങ്ങി പൊങ്ങണം. കണ്ണുകൾക്ക് ഇമ്പമായി, ഹൃദയത്തിന് താളമായി, കൽപ്പടവുകളിൽ ഇഴനെയ്ത മുണ്ടുടുത്ത് അവൾ, എൻ പ്രണയിനി, നനഞ്ഞൊട്ടി നിൽക്കണം. നേർത്ത തുണിയാലെ പാതി മറഞ്ഞ അവളുടെ പൊന്മേനിയിൽ ഒരു തണുത്ത കാറ്റായി വീണ്ടും പുൽകണം. വീണ്ടും വീണ്ടും അവളിൽ അലിയണം. പറഞ്ഞു തീർന്ന് അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണുമിഴിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ദേവന്റെ മുന്നിലെത്തി മുഖത്തേക്ക് അവൾ കൈഞ്ഞൊടിച്ചു. അവൻ ഞെട്ടി തല വെട്ടിച്ചു. എന്തേ? ഒന്നുമില്ല. കേട്ടിട്ടുണ്ടോ ഈ വരികൾ? എവിടെയാ? ഈ വരികൾ എന്നേക്കാൾ നന്നായി ആർക്കാണ് അറിയുക? ദേവൻ ആത്മഗതം പോലെ പറഞ്ഞു. എനിക്കും അറിയാം. ദേവേട്ടനേക്കാൾ നന്നായി എനിക്കറിയാം. അവന്റെ വരികളെല്ലാം എനിക്കറിയാം. ഒരുപക്ഷെ അവനേക്കാൾ നന്നായി ആയുഷ്മാൻ. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവന്റെ കണ്ണുകളിൽ അപ്പോൾ മിന്നിമാഞ്ഞ ഭാവം എന്തെന്ന് ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല. വാ പോവാം കുളത്തിലേക്ക്. അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ടാഞ്ഞെങ്കിലും അവൾ മുന്നോട്ട് പോവാൻ ആവാതെ നിന്നുപോയി. ഒരു ശില പോലെ നിൽക്കുന്ന ദേവന്റെ കരുത്തിനു മുന്നിൽ. ഞാൻ വരുന്നില്ല. പിന്നെ ഞാൻ ആരെ വിളിക്കും ദേവേട്ടാ? എല്ലാം അറിയുന്ന ദേവേട്ടനെ അല്ലാതെ. അവളുടെ മുഖം വാടി. ഞാൻ ആയുഷ്മാനല്ല, ദേവനാണ്, മഹാദേവൻ. ഒരു നിമിഷം അവൾ എന്തോ ചിന്തിച്ചു നിന്നു. പിന്നെ കൈകൂപ്പി കണ്ണുകൾ മേലോട്ടാക്കി മുഖം മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു, എന്റെ മഹാദേവ, അങ്ങ് എന്നാണ് ഈ ആരാധികയ്ക്കുള്ള വരദാനവുമായി പ്രത്യക്ഷപ്പെടുക? എന്നാണ് ഈ സതിയുടെ പ്രണയം തിരിച്ചറിയുക? പിന്നെ അവൾ തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ദേവൻ ബെഡിൽ വന്നിരുന്നു. കുറ്റബോധത്താൽ അവന്റെ മനസ്സ് നീറി. വൈകാതെ ആ ഭാവം ഭയത്തിന് വഴിമാറി. ആവണി മെഴുതിരിവെട്ടം എന്ന ബ്ലോഗ് ഓപ്പൺ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. പ്രൊഫൈൽ പിക്ചറായി ഇട്ടിട്ടുള്ള കത്തുന്ന ആ മെഴുതിരിയിലേക്ക് അവൾ നോക്കി. എന്നും ആ ബ്ലോഗ് വിസിറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇന്നെന്തോ അവൾക്കൊരു വിറയൽ. അവൾ തൻ്റെ പ്രണയം അവനെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താവും അവൻ്റെ പ്രതികരണം? ഇനി ദേവേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവോ? ഭയം തോന്നിയപ്പോൾ അവൾ ആ ചിന്തയെ പുറത്താക്കി. അവളുടെ വിരലുകൾ കീബോർഡിലേക്ക് നീണ്ടു. നിന്റെ ഞാൻ അറിയുന്ന പേര് പോലെ, നിന്റെ ഞാൻ കാണുന്ന മുഖം പോലെ, നീ അറിയാത്ത
എൻ്റെ ഹൃദയം എരിഞ്ഞു തീരുകയാണ് പ്രിയ എഴുത്തുകാരാ. നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമായി. അറിയുന്നുവോ നീ അത്? തൻ്റെ പ്രിയ എഴുത്തുകാരനോട് സതി തൻ്റെ മഹാദേവനോട് അവളുടെ ആദ്യത്തെ വാക്കുകൾ. ഒരു അനശ്വര പ്രണയകാവ്യത്തിന് ആമുഖം എഴുതുകയായി. അവളുടെ വിറയ്ക്കുന്ന വിരലുകൾ സെൻ ബട്ടണിൽ അമർന്നു. പെട്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഹൃദയമിടിപ്പ് പുറത്തു കേൾക്കുമെന്ന് കരുതി അവൾ ഇരു കൈകളും തൻ്റെ നെഞ്ചിൽ അമർത്തി.